പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇപ്പോൾ നിലവിൽ കേരളം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വാർത്ത അത് പാലക്കാടിന്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ ലൈംഗിക പീഡന പരാതിയിൽ കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ചോദ്യം ചെയ്യൽ, പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കൽ. ഇപ്പോൾ റിമാൻഡിലാണ്, മാവേലിക്കര ജയിലിൽ റിമാൻഡിലാണ്. അതിനുശേഷം ഇന്നിപ്പോൾ ഇയാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസം കൂടിയാണ്. ഇന്നലെയും ഈ ജയിലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മാധ്യമങ്ങളോട് നടത്തിയ ഒരു ചെറിയ പ്രതികരണം, ഒരു കുലുക്കവുമില്ലാത്ത മുഖഭാവവും ശരീരഭാഷയും, പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞതും താൻ ഇതിൽ നിന്നൊക്കെ പുറത്തു വരും, സ്വതന്ത്രനായി നിന്നാലും താൻ മത്സരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ രാഹുൽ മാധ്യമങ്ങളോട് പറയുകയും ഒക്കെയും ചെയ്തു. അപ്പോൾ നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഉള്ള കോടതി നടപടികൾ എങ്ങനെയായിരിക്കും, ഈ കേസ് കോടതിയിൽ പോകുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും, ഏതൊക്കെ കാര്യങ്ങളാക്കും അന്വേഷണ സംഘം ഉന്നയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇനി വിശദമായി ഒന്നറിയാം. മാവേലിക്കര പ്രത്യേക ജയിലിൽ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലായിട്ട് പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുന്ന ദിവസമാണ്. തിരുവല്ല കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. രാഹുലിനെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിന് വിധേയമാക്കണമെന്നും പോലീസ് കോടതി അറിയിക്കും. അതേസമയം കേസിൽ ജാമ്യം തേടി രാഹുലും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഷപ്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷപ്ന, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പോലീസ് പറയുന്ന പോലെ പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ട്. രാഹുലിനെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം കോടതിയിൽ ഉന്നയിക്കും. ഈ രാഹുലിന്റെ ജാമ്യാപേക്ഷ കൂടി ഇന്ന് എത്തുന്നുണ്ട്. രാഹുൽ നമുക്കറിയുന്ന പോലെ നേരത്തെയും സമാനമായ രീതിയിൽ രണ്ട് കേസുകളുണ്ട്, പീഡന കേസുകളുണ്ട്. ഈ രണ്ട് കേസുകളിലും ഒന്നിൽ അറസ്റ്റ് തടയുകയും ഒന്നിൽ മുൻകൂർ ജാമ്യവുമുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യം കോടതിയിൽ എത്തുമ്പോൾ അതിന് എങ്ങനെയാവും കോടതി ഹർജി എത്തുമ്പോൾ അത് എങ്ങനെയാവും കോടതി പരിഗണിക്കുക? ഒപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ അത് ലഭിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് ഷപ്ന? സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെയായിരിക്കും നമ്മൾ പോവുക. കാരണം ഇന്ന് ഒരു പക്ഷേ രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ കോടതിയിൽ SIT സമർപ്പിക്കാനാണ് സാധ്യത കാണുന്നത്. കാരണം ഇന്നലെ റിമാൻഡ് ചെയ്ത് ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാടിലാണ് SIT ഉള്ളത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ ഈ അന്വേഷണ സംഘം പറഞ്ഞിരുന്നത് രാഹുലിൻ്റെ ഫോൺ പിടിച്ചെടുത്തിരുന്നു. അതിൻ്റെ പാസ്വേഡ്, അതായത് ഈ ഫോൺ ഓപ്പൺ ചെയ്ത് പരിശോധിക്കുന്നതിനായി പാസ്വേഡ് ചോദിച്ചിരുന്നു. പക്ഷേ പാസ്വേഡ് രാഹുൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. അന്വേഷണവുമായി ആ രീതിയിലൊന്നും സഹകരിക്കുന്നില്ല. കൂടുതൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡനത്തിനിരയാക്കി എന്ന രീതിയിലുള്ള പരാതിയാണ് വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള അവിടെയൊക്കെ കൊണ്ടുപോയി അല്ലെങ്കിൽ ആ രീതിയിലുള്ള തെളിവെടുപ്പുകളെല്ലാം വേണ്ടിവരും. അതുകൊണ്ട് തന്നെ രാഹുലിനെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണം എന്നാണ് അന്വേഷണ സംഘം ആവശ്യപ്പെടുക. അത്തരത്തിൽ ആവശ്യപ്പെട്ടാൽ ഒരു പക്ഷേ രാഹുലിനെ കസ്റ്റഡിയിൽ വിടാൻ തന്നെയാണ് സാധ്യത. കാരണം ഇന്നലെ ഇത്തരത്തിൽ ഒരു ബലാത്സംഗ കേസിൽ റിമാൻഡിലായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ച് അതിൽ അന്വേഷണം നടത്താൻ കോടതി ഏതായാലും പോലീസിന് കസ്റ്റഡി അനുവദിക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. പക്ഷേ അതിനുശേഷം മാത്രമായിരിക്കും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക. കസ്റ്റഡിയിൽ വിടണമോ? വ്യക്തമാണ് ഷപ്ന. ഞാൻ അടുത്ത മണിക്കൂർ ഷപ്നയിലേക്ക് കുറച്ചും കൂടി കാര്യമായിട്ട് ഈ വാർത്തയിലേക്ക് വരാം.